ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പ്രിംഗ് ഒനിയൻ തോരനാണ്. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. സ്പ്രിംഗ് ഒനിയൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ, ഉള്ളിയുടെ മണ്ടക്കത്തെ പൂവ് അത് തോരൻ വെക്കുന്നത്. കാരണം പയറൊക്കെ നമ്മൾ ടേസ്റ്റ് വെക്കുന്നതിനെക്കാട്ടി ഭയങ്കര ടേസ്റ്റാണത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. പോകാം വീഡിയോയിലേക്ക്. അതുപോലെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കമൻറ്റ് ഫീഡ്ബാക്കിലൂടെ അറിയിച്ചാൽ മതി. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. ഇത് ഞാൻ അരിഞ്ഞു വച്ചിരിക്കുന്നതാണ്, ഈ സ്പ്രിംഗ് ഓനിയൻ. അത് പിന്നെ ഈ ഒരു 500 ഗ്രാം കാണും ഇത്. അപ്പോൾ അതിന് ചേർക്കേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. ഇതാണെങ്കിൽ 2 സവാള അരിഞ്ഞത്, 3 പച്ചമുളക്, 1 മുറി തേങ്ങയുടെ ഹാഫില്ല, അതിൻ്റെ നേർപകുതി, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് കറിവേപ്പില അതിനാവശ്യമുള്ള. ഇത് അതിനാവശ്യമുള്ള ഉപ്പ്. അപ്പം ഞാൻ ഗ്യാസ് കത്തിക്കാൻ പോവാണ്. ഇതിനകത്ത് ഞാൻ മഞ്ഞൾ പൊടി ഒന്നും ചേർക്കുന്നില്ല, ചേർക്കാതാണ് വയ്ക്കുന്നത്. ഈ നമ്മൾ അല്ലാതെ പയറൊക്കെ തോരൻ വെക്കത്തില്ലേ, വെള്ളയ്ക്ക് അല്ല, ഇത്രയും സാധനങ്ങൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിനകത്ത് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചാൽ ലാസ്റ്റിൽ നമ്മൾ അങ്ങനെ ചെയ്താൽ ഭയങ്കര ടേസ്റ്റായിരിക്കും. ഇത് പയറൊക്കെ തോരൻ വെക്കുന്നതിനെക്കാട്ടി അതിനേക്കാൾ ഭയങ്കര ടേസ്റ്റാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉള്ളി കുറച്ചൊന്ന് വഴന്ന് വരണേ, ഒരു ചെറിയൊരു കളർ, ഒരു ബ്രൗൺ കളർ, നല്ല കളറാവണ്ട. ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില, ഇതിനകത്ത് ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ആദിയിൽ ലോ ഫ്ലെയിമിലിട്ടാണ് വേവിക്കുന്നത്. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ഞാൻ ഉള്ളി ഒന്ന് ചെറിയത് ഇതായിട്ടുണ്ട്. ഞാൻ ഇനി ഇത് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതിൽ തേങ്ങ, അതിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് ഒരു
ഒരു 10-15 മിനിറ്റ് അത്ര തന്നെ ഇത് ആവിയിലൊന്ന് വേവണേ. അപ്പം ഞാൻ ഇതാണെങ്കിൽ ലോ ഫ്ലെയിമിൽ പിന്നെ തീ കുറച്ച് വെക്കുവാണ് ഗ്യാസിൻ്റെ. കാരണം അടിക്ക് ഇത് ഈ ഏറ്റവും കുറഞ്ഞ തീയിലാണ് ഇട്ടേക്കുന്നത്, അല്ലെങ്കിൽ അടിക്ക് പറ്റുമത്. അപ്പം പിന്നെ തോരൻ്റെ ടേസ്റ്റ് വേറെ ആവും. ഇനി ഇത് അടച്ച് വെച്ച് ഞാൻ വേവിക്കുവാണ്. സ്പ്രിംഗ് ഒനിയൻ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.